ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ കവരാൻ ആരെയും അനുവദിക്കില്ലെന്നും കോഴിക്കോട് കോടഞ്ചേരിയിൽ നടന്ന പേശ്രിത റാലി മഹാസമ്മേളനവും ക്രൈസ്തവരെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണെന്നും താമരശ്ശേരി രൂപത ബിഷപ്പ് റെമി ജോസ് ഇഞ്ചനാനിയിൽ. താമരശ്ശേരി രൂപതയിലെ വിവിധ സംഘടനകളുടെ സംയുക്ത സമിതിയായ AICCയുടെ നേതൃത്വത്തിൽ നടന്ന സമുദായ ശാക്തീകരണ വിശ്വാസ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ഉച്ച കഴിഞ്ഞ 3:30 കോടഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വിശ്വാസ സംരക്ഷണ റാലിയിൽ വൈദികരും സന്യസ്തരും വിവിധ ക്രൈസ്തവ സംഘടനകളുടെ പ്രതിനിധികളടക്കം ആയിരങ്ങളാണ് കയ്യിൽ ഫ്ളാഗും പ്ലക്കാർഡുകളും ഏന്തി അണിനിരുന്നത്. റാലിയുടെ മധ്യേ പെയ്ത കനത്ത മഴയെ അവഗണിച്ച് എല്ലാവരും റാലിയിൽ പങ്കെടുത്തു. തുടർന്ന് കോടഞ്ചേരി മാർ പോൾ ചിറ്റിലപ്പള്ളി നഗറിൽ നടന്ന സമ്മേളനത്തിൽ സീറോ മലബാർ സഭ വക്താവ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. ക്രിസ്ത്യൻ സമുദായത്തെ സഹായിക്കുന്നവർക്ക് സമുദായ അംഗങ്ങൾ പിന്തുണ നൽകുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ പറഞ്ഞു. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്, ഈ നാടിന് വേണ്ടി ചോര നീരാക്കി പ്രവർത്തിച്ചിട്ടുള്ള ഈ സമുദായത്തെ ഒരു കാരണവശാലും ഭീഷണിപ്പെടുത്താമെന്ന് ആരും ചിന്തിക്കേണ്ട. ഞങ്ങളുടെ ശരീരത്തുകൂടി ക്രൈസ്തവ രക്തം, ഞങ്ങളുടെ ശരീരത്തുകൂടി ഭാരതത്തിന്റെ അഭിമാനമായ രക്തം ഒഴുകുന്നിടത്തോളം കാലം ഈ സമുദായത്തെ തളർത്താനോ തകർത്താനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത ഭീകരതയെയും ഭീകര പ്രസ്ഥാനങ്ങളെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും തുറങ്കിലടിക്കുന്നത് വരെ ഈ സമൂഹത്തിന് ഉറക്കമില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ഇത് മഴയത്തും വെയിലത്തും തളരുന്നവരല്ല, ഇത് തീയിൽ കുരുത്ത ഒരു സമൂഹമാണ്. ഈ സമൂഹത്തെ നിങ്ങൾ വിഡ്ഢിയാക്കാൻ നോക്കേണ്ട. ക്രൈസ്തവ സമുദായത്തെ വെല്ലുവിളിക്കുന്ന ഒരു സംവിധാനത്തെയും, ഒരു രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, സംഘടനകളായിക്കോട്ടെ, ഭീകരവാദ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, ഇനി ഞങ്ങൾ മാന്യമായ രീതിയിൽ തന്നെ നേരിടേണ്ടി വരും, നേരിട്ടേ മതിയാകൂ. അതിവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ സമൂഹവും ഒന്നു ചേർന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളെ വെറും വിഡ്ഢികളാക്കാൻ നോക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കും. ആ മറുപടി എങ്ങനെയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കണ്ണു തുറക്കാൻ തയ്യാറായാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങളുടെ പ്രതികരണങ്ങളെ മാറ്റുകയും ചെയ്യും. പ്രതിലോമ ശക്തികൾക്കുള്ള മുന്നറിയിപ്പാണ് ഈ സമ്മേളനമെന്നും ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ കവരാൻ ആരെയും സമ്മതിക്കില്ലെന്നും കത്തോലിക്ക കോൺഗ്രസ് ബിഷപ്പ് ലെഗേറ്റും താമരശ്ശേരി രൂപത ബിഷപ്പുമായ മാർ റെമി ജോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. നമ്മളുടെ ഈ കൂടിവരവ്, ഈ കൂട്ടായ്മ വലിയ സൂചനയാണ് സർക്കാരിനും സമുദായത്തിനും മറ്റ് സമുദായങ്ങൾക്ക് നൽകുന്നതെന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. നമുക്കറിയാം, ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ അവകാശങ്ങളെ തമസ്കരിക്കുവാൻ, ഇല്ലാതാക്കുവാൻ, ചോർത്തിയെടുക്കുവാൻ പരിശ്രമിക്കുന്ന ശക്തികൾക്ക് ഒരു മുന്നറിയിപ്പാണ് നമ്മുടെ ഈ കൂട്ടായ്മ. നമുക്ക് ഏത് പ്രതിസന്ധികളെയും ധീരതയോടുകൂടി നേരിടുവാൻ സാധിക്കും. എന്നാൽ നാം ഉറങ്ങുന്ന സിംഹം തന്നെയാണ് എല്ലാ കാലത്തും. നമ്മെ ഉണർത്തിയാൽ അത് ബുദ്ധിമുട്ട് തന്നെ സമൂഹത്തിനുണ്ടാകും. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ നാം ഈ രാജ്യത്തിന് നൽകുന്ന വലിയ സംഭാവനയെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും അതിനെ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ അവസരത്തിൽ സർക്കാരിനോടും ഈ സമുദായത്തിനെതിരെ പ്രവർത്തിക്കുന്ന തിന്മകളുടെ ശക്തികളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. സമ്മേളനത്തിൽ ഡോക്ടർ ജോൺസൺ തേക്കടിയിൽ, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളുവാതുക്കൽ, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം, ഫാദർ ബെന്നി മുണ്ടനാട്ടും വിവിധ സംഘടനാ ഭാരവാഹികളും സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. താമരശ്ശേരി രൂപതയിലെ വിവിധ സംഘടനകളുടെ സംയുക്ത സമിതിയായ AICCയുടെ നേതൃത്വത്തിൽ നടന്ന സമുദായ ശാക്തീകരണ വിശ്വാസ സംരക്ഷണ റാലിയിലും സമ്മേളനത്തിലും കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ ഉൾപ്പെടുന്ന താമരശ്ശേരി രൂപതയുടെ വിവിധ ഇടവുകളിൽ നിന്ന് നിരവധി വിശ്വാസികളും കത്തോലിക്ക കോൺഗ്രസ്, KCOM, മാതൃവേദി, ഇൻഫാം, SMYM, മിഷൻ ലീഗ് തുടങ്ങി വിവിധ സംഘടനകളുടെ പ്രതിനിധികളടക്കം ആയിരങ്ങളാണ് പങ്കെടുത്തത്. കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്ന് ക്യാമറമാൻ നിതിൻ ആന്റണിക്കൊപ്പം അജീഷ് സാലു, ഷെഖേന ന്യൂസ്.